കണ്ണൂർ ഭാഗങ്ങളിൽ കല്യാണ സദ്യകളിൽ തലേന്ന് ബിരിയാണീൻ്റെ കൂടെ കിട്ടുന്ന 3 സൈഡ് ഐറ്റംസ് ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിത് നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. അതുപോലെ നമ്മൾ വീടുകളിലൊക്കെ എന്തെങ്കിലും സദ്യകളോ അല്ലെങ്കിൽ സൽക്കാരങ്ങളോ ഒക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഡിഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ കൂടെ ആ ഒരു ബിരിയാണി നെയ്ച്ചോറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാനും എളുപ്പമാണ്. പല സ്ഥലങ്ങളിലും പല ചേരുവകൾ ചേർത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന ഞാനിത് ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ലഞ്ച് ബോക്സിൽ റൈസിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ രാവിലെ ആയി കഴിഞ്ഞാലൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ചള്ളാസാണ്. അതായത് ചള്ളാസ് എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ സർലാസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം. നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ സ്ലൈസായിട്ട് നേർങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മളിതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ കത്രിക വെച്ചിട്ടാണ് ചെറുങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇത് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ഒന്ന് ഞെരടി കൊടുക്കണം. അപ്പോൾ നല്ലോണം ഇങ്ങനെ ഇതുപോലെ പ്രസ് ചെയ്ത് ഞെരടിയാൽ മാത്രമേ അതിൽ നിന്ന് വെള്ളം ഊറി വരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഇതുപോലെ നല്ലോണം ഒന്ന് ഞെരടുമ്പോൾ നമുക്ക് ഈ ഒരു ഉള്ളിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു ലൈറ്റ് പിങ്ക് കളറാകും. അപ്പോൾ നല്ലപോലെ ഞെരടി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരിയൊക്കെ നിങ്ങൾ പുളിക്ക് അനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിതിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഉപ്പും പുളിയൊക്കെ കുറവുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ഞാനിതിലേക്ക് വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്കൊന്ന് അടച്ച് വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. എന്നാൽ മാത്രമേ ഇതിൽ ഉപ്പും വിനാഗിരിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് രണ്ടാമത് ഉണ്ടാക്കുന്നത് റൈത്തയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കുംബർ തൊലിയോട് കൂടി തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാളയും ഒരു ചെറിയ തക്കാളിയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബിരിയാണിക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതക്കൂലേ, അപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. അപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈരാണ് ചേർക്കുന്നത്. ഒരുപാടങ്ങ് പുളീൻ്റെ ആവശ്യമില്ല. അപ്പോൾ കട്ട തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ തൈര് ചേർക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ ആ പച്ചക്കറികളൊക്കെ കൈവച്ച് നല്ലപോലെ ഒന്ന് ഞെരടിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചില ഭാഗങ്ങൾ അങ്ങനെയും ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ തൈര് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പ്, അപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ മതിയാകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് താല്പര്യമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചള്ളാസ് ഇതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല കളറായി വന്നിട്ടുണ്ട്. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അരമണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം. എന്നാൽ മാത്രമേ ഇതിൽ ഉപ്പും വിനാഗിരിയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സാലഡ് അഥവാ റൈത്ത നല്ല ഹെൽത്തിയാണ്. ഇത് നമ്മൾ കുക്കുംബറും ക്യാരറ്റും എല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഒരു സാലഡിൽ ഞാൻ ക്യാരറ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു കഷ്ണം ക്യാരറ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഹെൽത്തിയാണ്. ഇനി നമുക്ക് നമ്മളെ മൂന്നാമത്തെ ഐറ്റം പരിചയപ്പെടാം. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്. ബിരിയാണി ചമ്മന്തി എന്ന് പറയുന്ന വൈറ്റ് കളറിലെ ഒരു ചമ്മന്തിയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇനി അടുത്തത് നമ്മൾ ബിരിയാണി ചമ്മന്തി അഥവാ നമ്മൾ പൊതിനയും നമ്മൾ ആ ഒരു ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്തുണ്ടാക്കുന്ന വെള്ള ചമ്മന്തിയില്ലേ, അതാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞാൽ ബിരിയാണിക്ക് മാത്രമല്ല നമുക്ക് ദോശേൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇഡ്ഡലീൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. 1/4 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇതിൻ്റെ ഒന്നും അളവ് കൂടേണ്ട. വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും മാത്രം മതിയാകും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ പൊതിനയാണ്. അതുപോലെ തന്നെ കുറച്ച് അളവിൽ മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് കൂടുതൽ അളവിൽ ചേർക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ ചേർക്കുന്നത് ചെറുനാരങ്ങേൻ്റെ നീരാണ്. അപ്പോൾ ഇത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ചെറുനാരങ്ങയാണ് സാധാരണ ചേർക്കാറ്. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ തൈര് ചേർത്താലും മതിയാകും. ആദ്യം നമ്മളിതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകരുത് ഇത് ചെയ്യുമ്പോൾ. നമ്മൾ ക്രഷ് ചെയ്ത് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളെ ബിരിയാണിയിലൂടെ കഴിക്കാൻ പറ്റുന്ന സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് 3ഉം കൂട്ടിയിട്ട് ചോറിനാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടി ഉണ്ടാകും, ഒരു അച്ചാറും ഉണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.